ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാനുള്ളത് നമ്മുടെ സ്വന്തം കലാഭവൻ മണിച്ചേട്ടൻ്റെ നാട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ വീട് അതുപോലെ തന്നെ പാടി ഇതൊക്കെ കാണാനായിട്ടുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ വീടിന് അടുത്തുള്ളൊരു സ്മാരകമാണിത്. ഇത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ഒരു സ്മാരകമാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ശില്പം, ഒരു പ്രതിമ ഇവിടെ കാണാം. ഡിറ്റോ മണിച്ചേട്ടൻ തന്നെയാണത്. അതുകൂടാതെ ഇവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് ചെഗുവേര അതുപോലെ കുറച്ച് ആളുകളുടെയൊക്കെ ഒരു ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇവിടെ ഞാൻ അതിൻ്റെ മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോറിക്ഷ ഇവിടെ ഉണ്ടായിരുന്നു. അത് അതേപോലെ തന്നെ ആ ഒരു അവസ്ഥയിൽ ഇവിടെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് ഒരു കുതിരവണ്ടി പോലുള്ള ഒരു വണ്ടി ഇവിടെ ഉണ്ട്. അത് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഏതൊരു സിനിമയിലെ ഭാഗമായിരിക്കാം, കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ. ഇനി നമ്മൾ നേരെ പോകാൻ വേണ്ടി പോകുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന സമയമൊക്കെ ചിലവഴിച്ചിട്ടുള്ള ആ ഒരു പാടി കാണാനാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഈ പാടിയിലെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഇവിടെ കുറേ ജാതി മരങ്ങളാണുള്ളത്. ഈ ജാതി മരത്തിലൊക്കെ പലതരത്തിലുള്ള കളറുകൾ അടിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ ഫാൻസുകാർ, ആരാധകരൊക്കെ വന്നിട്ട് അവരുടെ ഓർമ്മക്കായിട്ട് അടിച്ചു വെച്ചതായിരിക്കാൻ സാധ്യതയുണ്ട്. ഈ പാടിയിലെ ഒരു പ്രധാന കെട്ടിടം എന്ന് പറയുന്നത് ഇതാണ്. അന്നത്തെ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇതാണ് ആ ഒരു പാടിയുടെ ദൂരക്കാഴ്ച. ആ ഒരു കാണുന്നതാണ് അതിൻ്റെ ഒരു കെട്ടിടം. ഇത് നമ്മുടെ ചാലക്കുടി പുഴയുടെ തൊട്ട് വക്കത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് ഉള്ളിലോട്ടാണ് എന്ന് മാത്രം. ഇത് അന്ന് മരണശേഷമുള്ള അതേ അവസ്ഥയിൽ തന്നെയാണ് ഇത് ഫുള്ളായിട്ട് നശിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് അന്ന് ഉപയോഗിച്ചിരുന്ന TV അതുപോലുള്ള സ്റ്റവ്, അടുപ്പ്, ഇതിൻ്റെയൊക്കെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാം. അതിനകത്ത് ബാത്റൂം, മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പാടിയുടെ ബാക്ക് ഭാഗത്തായിട്ട് ചാലക്കുടി പുഴയാണ്. അപ്പോൾ പുഴയുടെ വക്കിലുള്ള ഒരു പറമ്പാണ് മണിച്ചേട്ടൻ ഇങ്ങനെ വാങ്ങിയിട്ട് ഒരു പാടിയാക്കിയിട്ട് ഉള്ളത്. ഇവിടെ ഒരുപാട് ഫാൻസുകാർ വന്നിട്ട് അവരുടേതായിട്ടുള്ള ഫ്ലക്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ ടണൽ പോലെയുള്ള കുറച്ച് ടാങ്ക് പോലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കാണാം. അത് ഈ പുഴവെള്ളം ഉപയോഗപ്പെടുത്താനുള്ള എന്തെങ്കിലും സംവിധാനങ്ങളായിരിക്കണം, കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഒരു കാലത്ത് ഏറ്റവും തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. ഒരുപാട് കൂട്ടുകാരും ആരാധകരും ഒക്കെ എപ്പോഴും വന്നിട്ട് ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. ഇവിടെ മണിച്ചേട്ടൻ്റെ കുക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഏത് സമയത്തും ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. നമ്മൾ ചാനലിലൂടെ ഇതെല്ലാം കണ്ടതാണ്. അപ്പോൾ ആ ഒരു സ്ഥലം ഇന്ന് വളരെ വിജനമായിട്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ മണിച്ചേട്ടൻ്റെ ഫാൻസും ദൂരെ നിന്ന് പോലും ആളുകളൊക്കെ ഇത് കാണാനായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് മണിച്ചേട്ടൻ്റെ പാടിയിൽ വന്നാൽ കാണാൻ കഴിയുന്ന കാഴ്ചകൾ. അപ്പോൾ ഈ പാടി എന്ന ഈ ഒരു പ്ലോട്ട് ഉള്ളത് അദ്ദേഹത്തിൻ്റെ വീടിന് ഏകദേശം അടുത്ത് തന്നെയാണ്. ഒരു 100-200 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇത് കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ്, കുറച്ചൊരു ഇടവഴി പോലുള്ള ഒരു ചെറിയ റോഡ്. ആ ഒരു ചെറിയ റോഡിലൂടെ വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു സ്ഥലമുള്ളത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ വീട് കാണാനാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു കടയാണിത്. ഇവിടെയാണ് മണിച്ചേട്ടൻ മിക്ക സമയങ്ങളിലും പത്രം വായിക്കാനും ചായ കുടിക്കാനൊക്കെ വന്നിരുന്നൊരു സ്ഥലമാണ്. ഇവിടെ നിന്നുള്ള ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ ചാനലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ മണിക്കൂടാരം എന്ന് പേരുള്ള ആ ഒരു വീട്. ഇവിടെ ഇപ്പോൾ ആൾ താമസമില്ല, അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഉള്ളിലോട്ട് കടന്നിട്ട് കാണാൻ പറ്റില്ല. ഇവിടെ പുറത്തു നിന്ന് നമുക്കിങ്ങനെ കാണാം. ഇവിടെയാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു സ്ഥലമാണ് ആ കാണുന്നത്. മണിച്ചേട്ടൻ്റെ ഒരു ബുള്ളറ്റ് ബൈക്ക് ആ അരികിൽ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്.